ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു ചെറിയ യാത്ര പോവാണ്. നമ്മുടെ കൂടെ ഇന്ന് റബേക്ക ഉണ്ട്, അമ്മു ഉണ്ട്. അമ്മു അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നെയാണ്. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് മോങ്കുട്ടന്റെ കൈ ഒന്ന് മുറിഞ്ഞുകൊണ്ട് മോങ്കുട്ടൻ പിണങ്ങിയിരിക്കുകയാണ്. റബേക്ക പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. റബേക്ക ചിരി. ഓക്കെ. കുറച്ച് ദിവസമായി നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ട്, ചേച്ചിക്കാണെങ്കിൽ വരാൻ പറ്റിയില്ല, അവർക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് കന്യാകുമാരിയിലോട്ടാണ് പോകുന്നത്. മോങ്കുട്ടൻ്റെയും റബേക്കയുടെയും ഫസ്റ്റ് കന്യാകുമാരി ട്രിപ്പാണ്. ഞാനും ചിക്കുമായിട്ടും എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സൺസെറ്റ് കാണാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം കുറച്ച് ലേറ്റായിപ്പോയി. എനിക്ക് തോന്നുന്നില്ല നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുന്നുള്ളത്. നമ്മൾ ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റിയിട്ട് വേറെ ഏതോ വഴി കൂടെ ഒക്കെ പോയി. പക്ഷെ നല്ല വഴിയായിരുന്നു. രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളും പിന്നെ ആ ഒരു ആകാശത്തിൻ്റെ കളർ ചേഞ്ചും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ആയിരുന്നു രണ്ട് സൈഡിലും ഉണ്ടായിരുന്നത്. ഈ വയലുകളുടെ നടുക്കായിട്ട് വീടും, നമ്മൾ ഈ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഏരിയ ആയിരുന്നു. തെങ്ങും തോപ്പും അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ചില വഴികളിലൊക്കെ വലിയ വലിയ മലകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങ് ദൂരെയായിട്ട്. റബേക്കയ്ക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റബേക്ക ഫ്രണ്ട് സീറ്റിലിരുന്ന് അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാറിൽ നമ്മളിപ്പോ കാറിൽ ഒന്നല്ല, അതുകൊണ്ട് അവള് ചോദിച്ച കാറിൽ പോകാൻ പറ്റാം അല്ലേ പന്ന? നമുക്ക് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ ക്രോസ് അല്ലേ. രണ്ട് സൈഡിലും ഒരു മഞ്ഞയും പച്ചയൊക്കെ കലർന്നിട്ടുള്ള പാടവും ആ സ്കൈയുടെ വ്യൂവും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. വഴി തെറ്റിയാൽ എന്താ, നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയില്ലേ. ഫ്രണ്ടിലോട്ട് പോകുന്തോറും ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റി. പിന്നെ ഇടയ്ക്കൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡെഡ് ബോഡീസ്, ഒരു ഡെഡ് ബോഡീനെ ഒരു വണ്ടിയിൽ വെച്ചിട്ട് അവരിങ്ങനെ പൂവൊക്കെ എറിഞ്ഞ് പടക്കമൊക്കെ പൊട്ടിച്ച് ബാൻഡൊക്കെ കൊട്ടി പോകുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഈ സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്ക് മൊത്തത്തിൽ അങ്ങ് വഴി തെറ്റി. പിന്നെ നമ്മളിനി വണ്ടി വളച്ച് തിരിച്ചു പോകാൻ നോക്കുവാണ്. നമ്മൾ ശരിക്കും സ്ട്രെയിറ്റ് ആണ് പോകേണ്ടിയിരുന്നത്, നമ്മൾ ലെഫ്റ്റിലോട്ട് വളച്ചെടുത്തു. ഇന്ന് നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് വഴി തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മളിന്ന് സൺസെറ്റ് കാണുമെന്ന്. മിക്കവാറും രാത്രിയായിരിക്കും കന്യാകുമാരിയിൽ എത്താൻ പോകുന്നത്. എന്തായാലും നമുക്കവിടെ ഷോപ്പിംഗ് എങ്കിലും ചെയ്യാം. കാരണം നമ്മൾ പണ്ട് കന്യാകുമാരി പോണ സമയത്ത് ചെറുതിലെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, പോയിട്ടുള്ളവർക്കറിയാം. നമ്മൾ ഈ ക്രിസ്മസ് ഫാദറിൻ്റെ തൊപ്പിയുള്ളൊരു പെൻസിലുണ്ട്. ആ പെൻസിൽ വാങ്ങിക്കാനായിട്ടാണ് ഞാൻ അവിടെ പൊയ്ക്കൊണ്ടിരുന്നത്. ആ പെൻസിൽ നമ്മൾ വാങ്ങിയിട്ട് വരും, വഴിയിൽ വെച്ച് തന്നെ അത് ഒടിഞ്ഞു പോകും. അതിൻ്റെ ആ ഒരു ബോഡിക്ക് ഒട്ടും കട്ടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമായിരിക്കും. അതെങ്കിലും അടിപൊളി. ഇന്നാകെ മൊത്തം തമിഴ് സിനിമ വൈബാണ്. നമ്മൾ തമിഴ് സിനിമകളിൽ മാത്രമല്ല ഇങ്ങനത്തെ വ്യൂസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. നമ്മളങ്ങനെ ഫൈനലി മെയിൻ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി കന്യാകുമാരിയിലെത്താൻ 12 കിലോമീറ്ററൂടെ ബാക്കി. അടുത്ത നമ്മളെ ടാർജറ്റ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെ വന്ന 2 ആൾക്കാർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മളിനി ഒരു ജസ്റ്റ് ഒരു 2.8 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക്. ഇവർ രണ്ടുപേരും എന്തായാലും തിരിച്ചു വരുന്ന സമയത്ത് ഉറങ്ങും. ഉച്ചയ്ക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ ചായയും കടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ചായയൊക്കെ വാങ്ങിച്ചു. അവർ ചായയൊന്നും കുടിച്ചില്ല. മോങ്കുട്ടൻ പിന്നെയും കുടിച്ചു. റബേക്ക ഐസ്ക്രീം മാത്രമേ കുടിച്ചുള്ളൂ. ഐസ്ക്രീമിൻ്റെ ആ ബോക്സ് കണ്ടപ്പോഴത്തേനും പിന്നെ ഐസ്ക്രീം വേണം. അവൾ തന്നെ സ്വന്തമായിട്ട് പോയി എടുക്കുകയൊക്കെ ചെയ്യും. പെൺപിള്ളേരാകുമ്പോൾ അതാണൊരു ഉപയോഗമെന്നും പറയാം, ഉപദ്രവമെന്നും പറയാം. അവർ തന്നെ സ്വന്തമായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പോയി എടുത്തോളും. ആൺപിള്ളേരാണെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോയി കൊടുക്കണം. ചായ കുടിക്കാൻ ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയപ്പം കുറച്ച് ലേറ്റായി. കാരണം ഇവരൊക്കെ കഴിച്ചു കഴിയണമല്ലോ, അതുവരെ വെയിറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേനും ലേറ്റായി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കന്യാകുമാരിയിലെത്തിയപ്പം രാത്രിയായിട്ടുണ്ടായിരുന്നു. സൂര്യനൊക്കെ പണ്ടേ അതിൻ്റെ വഴിക്ക് പോയി. പിന്നെ നമ്മളിവിടെ കാറിലൊന്നും വന്ന് ശീലമില്ലാത്തതുകൊണ്ട് പാർക്കിംഗ് സ്ഥലം എവിടെയാണെന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ
ബീച്ചിലോട്ടൊന്നും പോയില്ല, നമ്മൾ വേറെ ഒരു ഏരിയയിലോട്ടാണ് പോയത്. മൊത്തത്തിൽ ഇന്ന് വഴിതെറ്റലിൻ്റെ ദിവസമായിരുന്നു. പിന്നെയും വഴിതെറ്റിയിട്ട് ഗൂഗിൾ മാപ്പിന് പോലും നമ്മളെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ പിന്നെ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു. അങ്ങനെ അവരാണ് ശരിക്കുള്ള വഴി പറഞ്ഞു തന്ന് നമ്മൾ ഫൈനലി കന്യാകുമാരിയിലെത്തി. അത് ആക്ച്വലി പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തല്ല നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. ഏതായാലും സൺസെറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും തിരിച്ചു പോകാനായിട്ട്, ടൂറിസ്റ്റുകളൊക്കെ പോകാനായിട്ടുള്ള ഒരു തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സൈഡിലൊക്കെ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ ഫുഡ് ഐറ്റംസിൻ്റെ കടകളും ടോയ്സിൻ്റെ കടകളും ഒക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് അവിടെ കടകളിലൊന്നും കയറിയില്ല. നമ്മളൊരു ബീച്ച് സൈഡിൽ പോയിട്ട് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റിയില്ലല്ലോ, ഇത് കണ്ട് നമുക്ക് ആശ്വസിക്കാം. ഏതായിരുന്നാലും പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഇരുന്നോ വന്ന് നമുക്ക് അവിടെ ഇരിക്കാം, അങ്കിളിൻ്റെ അപ്പുറത്തേക്ക് ഇരിക്കണം. നല്ല ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഉണ്ട്. നമുക്കിതൊക്കെ കഴിക്കാം. പിന്നെ കരിമ്പിൻ ജ്യൂസ്, തമിഴ്നാട്ടിലെ ഏത് ഏരിയയിൽ പോയാലും നമുക്ക് കരിമ്പിൻ ജ്യൂസ് കിട്ടും. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കുടിച്ചു. എന്നിട്ട് തന്നെ തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ആരും അത്ര മധുരം കഴിക്കുന്ന ആൾക്കാരല്ല. അങ്ങനെ മോങ്കുട്ടിനും റബേക്കയ്ക്കും എരിവിടാത്ത മാങ്ങയും നമ്മൾ എരിവിട്ടിട്ടുമാണ് കഴിച്ചത്. അവരുടെ മെയിൻ ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടോയ്സ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കട്ടെ, കാണിച്ചോ, നേരെ കാണിച്ചോ. ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ളൊരു പാർക്കിലോട്ട് വന്നു. മോങ്കുട്ടിനെ റബേക്കൊക്കെ അവിടെ ആക്കി, ചിക്കുവിനെയും കൂടെ. കാരണം ഇവർക്ക് 3 പേർക്കും നടക്കാൻ വയ്യ. അത് കഴിഞ്ഞ് ഞാനും അമ്മും കൂടെ കുറച്ചും കൂടെ സ്ഥലങ്ങൾ കാണാനും, കുറച്ചും കൂടെ സ്ഥലങ്ങളെന്ന് പറയുന്നത് ഈ ഷോപ്പുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെ കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി. നമ്മുടെ പഴയ അപ്പൂപ്പൻ താടി പെൻസിൽ പക്ഷെ ഒരു സ്ഥലത്തും കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ കന്യാകുമാരി ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ. സൺസെറ്റ് കാണാൻ പറ്റിയില്ലെങ്കിലും പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവരെ സ്ഥലം കാണിക്കാനാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അവർ രണ്ടുപേരും കയ്യിലുള്ള കാരണം നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടുപേരെ നേരെ കൊണ്ടുപോയി വീട്ടിലോട്ട് ഇറക്കി. കാരണം അടുത്ത ദിവസം ക്ലാസ് ഉണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നത്തെ ദിവസമാണ് നമ്മൾ പോയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.